ഗൈസ്, നിങ്ങൾ എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്. വലിയ കാറോ വലിയ ബൈക്കോ വേണമെന്നില്ല ഒരു യാത്ര ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബസ്സിനോ അല്ലെങ്കിൽ മെട്രോനോ നമുക്ക് പോകാനുള്ളതുള്ളൂ. സോ ഇന്ന് ഞാൻ പോകാൻ പോണത് നമ്മുടെ ദുബായ് മാളിലേക്കാണ്. സോ എൻ്റെ റൂം ബിസിനസ് ബേലായതുകൊണ്ട് 10 മിനിറ്റ് വാക്കിംഗ് ഉള്ളൂ, ബട്ട് നടക്കാൻ നല്ല മടിയാണ്. സോ ഞാൻ അതുകൊണ്ട് മെട്രോ കയറി ദുബായ് മാളിലെത്തി. ദുബായ് മാൾ മെട്രോ സ്റ്റേഷനിലെത്തി. അവിടുന്ന് നേരെ ബസ്സിൽ കയറി നേരെ ദുബായ് മാളിൻ്റെ അവിടേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ദുബായ് മാളിൽ പോകുമ്പോൾ ബസ്സിനാണ് പോണത് അല്ലെങ്കിൽ മെട്രോനാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ നോൾ കാർഡ് പഞ്ചിങ് ചെയ്യാനും പഞ്ച് ഔട്ട് ചെയ്യാനും മറക്കരുത്. ജസ്റ്റ് ഇവിടുന്ന് അവിടം വരെ പോയി വരാൻ 3-3.5 ദിറംസിൽ തീരേണ്ട കാര്യം. ഇൻ കേസ് നമ്മൾ മറന്നു പോയെന്നുണ്ടെങ്കിൽ ചക്കർ പിടിച്ചു കഴിഞ്ഞാൽ 200 മുതൽ 400 ദിറംസ് വരെ ഫൈൻ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദുബായ് മാളിൻ്റെ ആ ഒരു വ്യൂവും ബുർജ് ഖലീഫയുടെ വ്യൂ നമുക്ക് കാണാം. സോ നമ്മളിതേ ഓൾമോസ്റ്റ് നമ്മുടെ ബുർജ് ഖലീഫയുടെ അവിടെ എത്താറായി. ഞാൻ പയ്യെ നമ്മുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പഞ്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ നോൾ കാർഡ് ഞാൻ എടുത്തു. സോ അത്യാവശ്യം വീക്കെൻഡ് ആയതുകൊണ്ടും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. സോ നമ്മൾ കാറിനൊക്കെ യാത്ര ചെയ്യുകയെന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഈവനിങ് ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാർ ദുബായ് മാൾ കാണാനായിട്ട് വരണ ഒരു മൂമെൻറ്റാണ്. സോ അങ്ങനെ നമ്മൾ നമ്മുടെ നോട്ട് കാർഡ് എടുത്തു. പഞ്ച് ചെയ്യാനായിട്ട് ഞാൻ സീറ്റിൽ നിന്ന് ഇറങ്ങി. ഞാൻ പഞ്ച് ഔട്ട് ചെയ്തു. പഞ്ച് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ നോക്കി നമുക്ക് കാണാം ഒരു ഗ്രീൻ കളറിൽ മെസ്സേജ് വരും, ചെക്കൗട്ട് സക്സസ്ഫുൾ എന്നും പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇതല്ല ശരിക്കുള്ള മെയിൻ എൻട്രൻസ്. ഇപ്പോൾ ദുബായ് മാളിൽ കുറച്ച് മെയിൻ്റനൻസ് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വഴി നമ്മുടെ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണത്. സോ ഇപ്പം ഞാൻ ഈ നിൽക്കണ ഈ ഒരു വ്യൂവിൽ ഇവിടെയാണ് ശരിക്കും നമ്മുടെ എൻട്രൻസ് എന്ന് പറയാനായിട്ട്. കാറിന് വരുന്നവരും എല്ലാവർക്കുമുള്ള മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ടാണ്. ഇവിടെ നമുക്ക് വരുമ്പോൾ കാണും കുറേ സൂപ്പർ കാർസ്, ലക്ഷറി കാർസൊക്കെ അവർ പാർക്ക് ചെയ്തേക്കണത്. സോ അതൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുക. കാരണം അവർ നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്രിപ്പറേഷൻ ഓൾറെഡി അവർ സ്റ്റാർട്ട് ചെയ്തു. ഒരു 6 മന്ത് മുന്നേ അവർ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ ദുബായ് എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റഡ് കൺട്രിയാണ്. സോ അതിൻ്റെ ഓരോ വർക്കും ഓരോ കാര്യങ്ങളും നമുക്കിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സോ അങ്ങനെ നമ്മളിതേ നേരെ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് കടന്നു. നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് സ്പ്രേ, അത്തർ, അതൊരു ദുബായ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ വലിയ കെട്ടിടങ്ങൾ, പിന്നെ സ്പ്രേ, അത്തർ, ആ ഒരു മൈൻഡാണ്. അത് ശരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു സ്പോട്ടാണ് ദുബായ് മാളിൻ്റെ എൻട്രൻസ്. നിറച്ച് സ്പ്രേകളുടെ നല്ല ഫേമസ് ആയിട്ടുള്ള സ്പ്രേകളുടെ ബ്രാൻഡ്സ്, ഷോൾസ്, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുള്ള മെയിൻ ഒരു ഹബ്ബാണ്. സോ നമ്മളങ്ങനെ ദുബായ് മാളിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തി. ഇനി നമ്മൾ ഇവിടുന്ന് കാണാൻ പോണത് ഫസ്റ്റ് തന്നെ വരുമ്പോൾ ആൾക്കാരെ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ സ്പോട്ടാണ് ദുബായ് അക്വേറിയം. വേൾഡ്സ് ഹയസ്റ്റ് ഓർ ടോളസ്റ്റ് അക്വേറിയം എന്ന് വേണമെങ്കിൽ പറയാം. ദുബായ് മാളിൽ 3rd ഫ്ലോറിലേക്ക് 3rd ഫ്ലോർ ഫുള്ള് അക്വേറിയം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തേക്കാം. അക്വേറിയം നിങ്ങൾക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ളവരായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് പേടിയായിരിക്കും, വെള്ളം പേടിയുള്ളവർക്കായാലും എല്ലാവർക്കും ഈസി ആയിട്ട് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ ദുബായ് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെ പാസ് എടുക്കാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. അതിനുവേണ്ടി 199 ദിറംസ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. സോ ദുബായ് മാളിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ താഴത്തെ ഫ്ലോറുകളും എല്ലാ ഡ്രസ് മാളുകൾ, ആപ്പിളിൻ്റെ ഷോറൂം, ഇതൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ ഫ്രീ ഓഫ് കോസ്റ്റാണ്. നമുക്ക് അതിന് വേണ്ടി വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് അതിൻ്റേതായ ഓരോ ചാർജസിൽ. ഇപ്പോൾ ദുബായ് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 199 ദിറംസ്. പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അപ് ടു യു ആവും. സോ ഞങ്ങളിതിപ്പോൾ ഓൾമോസ്റ്റ് ദുബായ് അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റൈറ്റ് സൈഡിൽ കാണാം ഒരു കൗണ്ടർ. ആ കൗണ്ടറിൽ നിന്ന് നിങ്ങൾ ക്യാഷ് കൊടുത്ത് ഒരു കാർഡ് കിട്ടും. ആ കാർഡ് വെച്ചിട്ട് നമുക്ക് പഞ്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ 1 അവറോ 2 അവറോ 3 അവറോ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഞങ്ങളിതേ പുറത്തുനിന്ന് കണ്ടു. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണും ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് വിസിറ്റ് ചെയ്യണത്. സോ ഫസ്റ്റ് ടൈം ഇത് നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. കാരണം കടലിൻ്റെ അടിയിൽ എങ്ങനെയാണോ, കടലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മത്സ്യങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറിൽ അവർ ആ അക്വേറിയം അതിൻ്റെ ഉള്ളിൽ ബിൽഡ് ചെയ്ത് വെച്ചേക്കണം. സോ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല ബ്ലൂ വാട്ടർ, ഷാർക്ക്, സത്യം പറഞ്ഞാൽ
നമ്മൾ എത്ര ടെൻഷനിൽ പോയാലും നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റിയൊരു ചെറിയൊരു സ്പോട്ട്. ഈ ഒരു മാളിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വളരെ മിറാക്കിളാണ്. അതുമാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ആ ഫിഷുകളെ ആയാലും ഒന്നും പറ്റാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതിൻ്റെ ഉള്ള ഡൈവിങ്, സ്കൂബ ഡൈവിങ് ടീംസ്, ഇതൊക്കെ വളരെ അട്രാക്റ്റീവാണ്. അങ്ങനെ നമ്മൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരുവിധ കാഴ്ചകളൊക്കെ കണ്ടു. ഒരുവിധമല്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ എസ്കലേറ്റർ കയറി മുകളിലേക്ക് പോവാം. കാരണം നമ്മൾ മുകളിലേക്ക് പോകണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അക്വേറിയം തൊട്ടടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്കതുമ്പോൾ ടച്ച് ചെയ്യാം, നമുക്ക് തൊട്ടടുത്തുനിന്ന് ഫിഷുകളെ കാണാം. അതിനു വേണ്ടി ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകണം. ഹിഡൻ സ്പോട്ട് എന്ന് പറയാനില്ല, എന്നാലും ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. സോ നമ്മൾ അവിടേക്ക് എസ്കലേറ്റർ കയറാൻ നേരത്തെ ഒരു ഈജിപ്ഷ്യൻ ചെറുക്കം വന്നൊരു നമ്മൾ ക്യാമറ കണ്ടിട്ട് ഒരു വണ്ടർ അടിച്ചിട്ട് നോക്കണുണ്ട്. സോ അങ്ങനെ നമ്മൾ നമ്മുടെ എസ്കലേറ്റർ പയ്യെ കയറി നമ്മളിതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടക്കാൻ പോകുന്നു. നമുക്ക് ഇവിടെ ഈ എസ്കലേറ്റർ കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ ഷോപ്പുകൾ കാണാം. H&Mൻ്റെ ഷോപ്പ്, അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളുടെ. ഫസ്റ്റ് ഫ്ലോർ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഷോപ്പിംഗ് റിലേറ്റ് ചെയ്തും, ഗ്രൗണ്ട് ഫ്ലോർ ഓൾമോസ്റ്റ് ഈ ഊത് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഇങ്ങനെ ഫൗണ്ടെയിൻസ്, അങ്ങനെ കാണാൻ ഒരുപാട് കാര്യങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഡ്രസ്സുകളുടെ ഷോപ്പുകൾ കാര്യങ്ങൾ നമുക്ക് കാണാം. നമ്മളതിനായിട്ട് ഇപ്പം നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താണ്? ദുബായ് അക്വേറിയം അടുത്തുനിന്ന് കാണും. അതിനിതേ നമ്മൾ ആ വഴിയിലേക്ക് നമ്മൾ ഷോർട്ട് കട്ട് കയറാം. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും പാരൻസിൻ്റെ കൂടെ ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ ഒരു 6-7 തവണ ഞാൻ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് അറിയാം. അങ്ങനെ നമ്മൾ നേരെ H&Mൻ്റെ ഒരു ഉള്ളിക്കൂടെ ഒരു വഴി കയറി കഴിഞ്ഞാൽ ആ വാൾപേപ്പറിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും അക്വേറിയത്തിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ. സോ ഒരുപാട് ആൾക്കാർ അവിടെ വരാറുണ്ട്. മേ ബി അറിയില്ല ഇന്ന് എന്താ എത്ര ലാകുന്നുള്ളത്. അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്കിവിടെ നിൽക്കാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാകും. നമ്മൾ കുറേ ടൈം എടുത്ത് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.